Hi, hello all. Welcome to my YouTube channel. ഇന്ന് ഗ്രേറ്റ തുൻബെറിയുടെ സ്പീച്ച് ഓൺ ക്ലൈമറ്റ് ക്രൈസിസ് ആൻഡ് ഹൗ ദ സ്പീച്ച് വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ എ മ്യൂസിക്കൽ ആൽബം. ആ മ്യൂസിക്കൽ ആൽബത്തിൻ്റെ പേരാണ് ദ 1975 എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗ്രേറ്റ തുൻബെറി ആരാന്ന് നോക്കാം. സോ ഗ്രേറ്റ തുൻബെർഗ് അല്ലെങ്കിൽ ഗ്രേറ്റ തുൻബെറിയ ഇങ്ങനെയും നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ തുൻബെർഗ് എന്ന് പറയുന്നത് സ്വീഡിഷ് എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. സ്വീഡനിലെ എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റ് ആണ്. ആൻഡ് ഷീ ഈസ് ജസ്റ്റ് 18 or 19 years ഓൾഡ്. ആൻഡ് ഇവരെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ജോആൻ ഓഫ് ആർക്ക് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വേൾഡ് സേവ് ചെയ്യുക, നമ്മുടെ എൻവയോൺമെൻറ്റ് സേവ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടി എന്താ പറയുക ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഗ്രേറ്റ. അപ്പോൾ ഗ്രേറ്റ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്തു. അതിൻ്റെ പേര് ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്നായിരുന്നു. അതിന് വേറൊരു പേരുണ്ട്, സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്നും പറഞ്ഞു. അത് ഇവളൊറ്റയ്ക്ക് സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ നാഷണൽ ഇലക്ഷന് 3 weeks മുന്നേ 2018 ഇതുപോലെ സ്കൂൾ സ്കിപ്പ് ചെയ്തിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. അങ്ങനെ ആ പ്രൊട്ടസ്റ്റ് വളരെയധികം വേൾഡ് വൈഡ് ശ്രദ്ധ കിട്ടി. ഓക്കെ, ആൻഡ് സ്കൂൾ സ്കിപ്പ് ചെയ്തിട്ട് ഫ്രൈഡേയ്സിലായിരുന്നു ഈ സ്ട്രൈക്ക് നടത്തിയിരുന്നത്. അതുകൊണ്ട് ഇതിനെ ഫ്രൈഡേയ്സ് ഫോർ ഫ്യൂച്ചർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് പിന്നീട് സിമിലർ മൂവ്മെൻറ്റ്സ് UK-യിലും USA-യിലും ഫ്രാൻസിലും കാനഡയിലും ബെൽജിയം, നെതർലൻഡ്സ് പോലുള്ള കൺട്രീസിലും ഒക്കെ ഈ ഒരു മൂവ്മെൻറ്റ് സ്പ്രൗട്ട് ചെയ്തു, അതായത് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയുള്ള. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി പബ്ലിക് കോൺഷ്യസ്നെസ് റേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത്. 8 വയസ്സുള്ളപ്പോൾ ഇവർക്ക് ASD അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വന്നു. അതായത് അസ്പെർഗർ സിൻഡ്രോം എന്ന് പറയും. അസ്പെർഗർ സിൻഡ്രോം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ആ കാര്യത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ നടക്കുക. അപ്പോൾ അത് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചെങ്കിലും അവരുടെ ആ ഒരു സ്പിരിറ്റ് ഓഫ് എൻക്വയറി അല്ലെങ്കിൽ ആ ഒരു കറേജിയസിനെ ഇതൊരിക്കലും ബാധിച്ചിരുന്നില്ല. സോ ഈ അസ്പെർഗർ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിനെ മാത്രം ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്തിരിക്കും. അപ്പോൾ ഗ്രേറ്റയുടെ ഒരു ഐഡിയ ഓർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് മാറി. ആൻഡ് ഷീ ബിഗാൻ ടു ചേഞ്ച് ഹെർ ഓൺ ഹാബിറ്റ്സ് ഫോർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദി എന്താ പറയുക ഈ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തു. ആൻഡ് ഇവർ വീഗനായിട്ട് മാറി. ആൻഡ് എയ്റോപ്ലെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന റെഫ്യൂസ് ചെയ്തു. ബിക്കോസ് എയ്റോപ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, അത് ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഷീ ഓൾ ടുഗദർ റിഫ്യൂസ് ട്രാവലിംഗ് ഇൻ പ്ലെയിൻസ്. ആൻഡ് അതുപോലെ തന്നെ വക്കീലമാർ, അതായത് ലോ മേക്കേഴ്സിൻ്റെ അടുത്തും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അടുത്തുമൊക്കെ ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ഒക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ് എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരെ കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഫിലിം ചെയ്തിരുന്നു. ഇറ്റ് അപ്പിയർഡ് ഇൻ 2020 ആൻഡ് ദ ഡോക്യുമെൻ്ററീസ് നെയിം ഇസ് ഐ ആം ഗ്രേറ്റ. ആൻഡ് ഒരുപാട് സ്പീച്ചസ് ഒക്കെ ഒരുപാട് കൺട്രീസിൽ പോയി ഡെലിവറി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്പീച്ച് അപ്പോൾ അവരുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇമ്പാക്റ്റിനെ വിളിക്കുന്ന പേര് ദ ഗ്രേറ്റ ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ ഗ്രേറ്റ അല്ലെങ്കിൽ ഗ്രേറ്റ എന്ന് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. ആൻഡ് ദാറ്റ്സ് അപ് ടു യു. പിന്നെ 1975 എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ഫേമസ് സോങ്ങിൻ്റെ പേര്. സോ ആ ഫേമസ് സോങ് 2019 1975 എന്ന് പേരുള്ള ഒരു ബാൻഡ് തന്നെ ഇറക്കി. അവരുടെ 4th സ്റ്റുഡിയോ ആൽബം ആയിരുന്നു നോട്ട്സ് ഓൺ എ കണ്ടീഷണൽ ഫോം എന്നുള്ളത്. ആ ആൽബത്തിലെ ഒരു പാട്ടാണ് ദ 1975 എന്ന് പറയുന്നത്. ആ പാട്ട് ഇറക്കുന്നതിന് മുന്നേ ഗ്രേറ്റയുടെ ഒരു വോയിസ് ഓവർ ഉണ്ട്, അതായത് ഗ്രേറ്റയുടെ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ചിനെ അതായത് ഈ പാട്ടിന് മുന്നേ ഈ സ്പീച്ചാണ് വോയിസ് ഓവർ ആയിട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടി ഈ ഒരു സോങ്ങിനെ. അതുപോലെ തന്നെ എക്സ്റ്റിങ്ഷൻ റിബല്യൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ്റെ ഒരു നാഷണൽ ആന്തമായിട്ട് തന്നെ ഈ ഒരു സോങ് മാറി. അപ്പോൾ സോങ്ങിനോടൊപ്പം നമ്മുടെ വോയിസ് ഓവർ ആയിട്ട് ഗ്രേറ്റയുടെ വോയിസ് ഓവർ വരുന്നുണ്ട്, അതായത് ഗ്രേറ്റയുടെ ഒരു സ്പീച്ചാണ് അതിനോടൊപ്പം കേൾപ്പിക്കുന്നത്. XR അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ റിബല്യൻ എന്നുള്ള ആ ഒരു ആന്തമായിട്ട് ഇത് മാറി ഈ ഒരു പാട്ട്. ഗ്ലോബൽ എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റിനെയൊക്കെ അതായത് എങ്ങനെ നോൺ വയലൻ്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് നടത്താം അല്ലെങ്കിൽ ഈ ഒരു റിസ്കിനെ നമുക്ക് മാറ്റാം, ഈ എക്കോളജിക്കൽ കൊളാപ്സിനെ നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഗ്രേറ്റയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഒക്കെ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്നും അതൊക്കെയാണ്. ഓക്കെ,
അപ്പം 2019 വേൾഡ് എക്കണോമിക് ഫോറത്തിൽ അവർ കൊടുത്ത ഒരു സ്പീച്ചാണ് അവർ ഹൗസ് ഈസ് ഓൺ ഫയർ. ആ ഒരു സ്പീച്ചിലെ പ്രധാന ഭാഗമാണ് ഇവിടെ ഈ പാട്ടിന്റെ വോയിസ് ഓവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സോങ് ഓപ്പൺ ചെയ്യുന്നത് ഗ്രേറ്റയുടെ വോയിസ് ഓവറിലാണ്. ആ ഒരു വോയിസ് ഓവർ എന്ന് പറയുന്നത് ഗ്രേറ്റ ട്യൂൻബർഗ് അവർ നടത്തിയ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ 2019 നടത്തിയൊരു സ്പീച്ചാണ്. ആ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ റൈറ്റ് നൗ ഇൻ ദ ബിഗിനിങ് ഓഫ് എ ക്ലൈമറ്റ് ആൻഡ് എക്കോളജിക്കൽ ക്രൈസിസ്. ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ട് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വോയിസ് ഓവർ കേൾപ്പിക്കുമ്പോൾ ഒരു പിയാനോ ട്രാക്കിലാണ് പോകുന്നത്, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു പിയാനോ ട്രാക്കിൽ. ആൻഡ് ദെൻ മോണോലോഗ് ബൈ ഗ്രേറ്റ. അത് ക്ലൈമറ്റിനെ കുറിച്ചും എക്കോളജിക്കൽ ക്രൈസിസിനെ കുറിച്ചുമാണ്. സോ അവൾ എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി ഈ ഒരു സിറ്റുവേഷനെ അണ്ടർ കൺട്രോൾ ആക്കി നമുക്ക് പറ്റുന്ന ഇത്രയും സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക. സോൾവിങ് ദ ക്ലൈമറ്റ് ക്രൈസിസ് ആണ് ഇതിനകത്ത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ചലഞ്ച് ദാറ്റ് ഹ്യൂമൻ ബീങ്സ് ആർ റൈറ്റ് നൗ ഫേസിങ്. ഒരു ഗ്ലോബൽ എമർജൻസി ആണുള്ളത്. ആൻഡ് വി മസ്റ്റ് ആക്ച്വലി അക്സെപ്റ്റ് എ സിറ്റുവേഷൻ ദാറ്റ് തിങ്സ് ഹാവ് ഗോൺ ഔട്ട് ഓഫ് കൺട്രോൾ. ഇതാണ് ഇവർ ഈ ഒരു സ്പീച്ചിൽ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഐഡിയാസ് എന്ന് പറയുന്നത്. ഓൾ ദി അതർ ഓൾഡർ ജനറേഷൻസ് ദേ ഹാവ് ഫെയിൽഡ് ടു പ്രിവെന്റ് ദി ക്ലൈമറ്റ് ക്രൈസിസ്, ബട്ട് നൗ തിങ്സ് ആർ ഇൻ അവർ ഹാൻഡ്സ്. നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും, നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ഫ്യൂട്ടൈലാണ്, യൂസ്ലെസ് ആണ്, അവരൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. ആൻഡ് ഇവരുടെ ഈ ഒരു സ്പീച്ച് വെച്ചിട്ട് ഇവർ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ത്രെറ്റിനെ നമുക്ക് അഡ്രസ്സ് ചെയ്ത് തരുവാണ്. അപ്പോൾ ഗ്രേറ്റ ട്യൂൻബർഗിന്റെ സ്പീച്ച് നമ്മൾ അറിയണം. അവർ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ക്രൈസിസിന്റെ ബിഗിനിങ്ങിലാണ് നമ്മൾ. ആൻഡ് ഒരു എമർജൻസിയാണ്, നമ്മളിത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക, നമ്മളതിനെ അണ്ടർ കൺട്രോൾ ആക്കുക, നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തണം. അതായത് നമ്മൾ ഈ ബാറ്റിൽ ശരിക്കും പറഞ്ഞാൽ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തോൽക്കാൻ പോവുകയാണ്. പക്ഷെ എന്നിട്ട് നമ്മൾ പറയും, എങ്ങനെയാണ് നമ്മൾ തോറ്റത്? നമ്മൾക്ക് മുന്നേ ഉള്ള ഓൾഡർ ജനറേഷൻസ് ഈ ഒരു ബാറ്റിൽ ഫെയിലായി, അപ്പം നമ്മൾ ഫെയിൽ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് പോലും ഇതിനു വേണ്ടി നടത്തിയ എല്ലാ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹോമോസാപ്പിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിൽ ആയിട്ടില്ല. പക്ഷേ നമ്മൾ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും സമയമുണ്ട് എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്യാനും. നമ്മുടെ കയ്യിലാണ് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും. അതായത് എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക, വേൾഡിനെ പ്രൊട്ടക്ട് ചെയ്യുക, പൊല്യൂഷൻ നിർത്തലാക്കുക എന്നൊക്കെ ഉള്ളത് ഹ്യൂമൻ ബീങ്സിന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഒരു ഫെയിലിയേഴ്സ് എല്ലാം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് കറണ്ട് സിസ്റ്റത്തിനെ നമ്മൾ മാറ്റുക. നമുക്കൊരു ചാൻസ് ഇല്ലെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സ്പീച്ചിൽ. നമ്മൾ ഡിസാസ്റ്റർ ഇങ്ങനെ സഫർ ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റുകയില്ല. ഇപ്പോൾ ടൈമാണ്. കാരണം പൊളൈറ്റ്ലി അല്ലെങ്കിൽ ഫോക്കസ്ലി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ട് കളക്റ്റീവായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് അതിൻ്റെ സമയം. ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ വളരെ മോസ്റ്റ് കോംപ്ലക്സ് ചലഞ്ചാണ് ഹോമോസാപ്പിയൻസ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെയിൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും, നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത് നിർത്തുക. നമ്മൾ നമ്മൾ ഡേഞ്ചറസ്, നമ്മളിപ്പോൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ, ഇല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴെങ്കിലും ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷെ അതൊരു ലൈ ആണ്, ഒരു കള്ളമാണെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതായത് ഒരാൾ ഒരു സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടിടുന്നു, അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നു. ആ ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ അതിന് പകരം എന്ത് ചെയ്യുക? നമ്മൾ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ മൺമറഞ്ഞു പോകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർവൈവലിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ലെന്നാ, നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. സർവൈവലിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. നമുക്ക് ആർക്കും മരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ തന്നെ നമുക്ക് ജീവിക്കണം എന്ന് പറയുന്ന ആളുകളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സുഖവും സൗകര്യവും വെച്ച്. അപ്പം സർവൈവലിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ട്രാൻസ്ഫർമേഷണൽ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചോയ്സ് ഉണ്ട്. ട്രാൻസ്ഫോർമേഷണൽ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും മാറ്റിമറിച്ചുകൊണ്ട് നമുക്കെല്ലാം പഴയ പോലെ ജീവിക്കാം, എർത്തിനെ പഴയ പോലെ ആക്കാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന് ഇതിന്റെ ഇമ്പാക്ട് നേരിടേണ്ടി വരും. നമുക്ക് അങ്ങനെ ഫ്യൂച്ചർ ജനറേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമ്മൾ എന്തായാലും ഫെയിൽ ആവും എന്നാണ് പറയുന്നത്. അത് നിങ്ങളും ഞാനും എന്ത് ചെയ്യണം? നല്ലപോലെ ഫൈറ്റ് ചെയ്യുക, നമ്മൾ നല്ലപോലെ ചേഞ്ചസ് വരുത്തുക. സിസ്റ്റത്തിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തുക, ഇൻഡിവിജ്വലിലും മാറ്റം വരുത്തുക. സിസ്റ്റത്തിലാണെങ്കിലും ഇൻഡിവിജ്വലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുക എന്നാണ് പറയുന്നത്. ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൊസൈറ്റിയിലും ചേഞ്ചസ് ഹാപ്പൻ ചെയ്തത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. അതായത് ആളുകളാണ്, ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അത് സ്പ്രെഡായി വന്നതാണ്. സോ അതുപോലെ തന്നെ ആയിരിക്കണം ഈ ക്ലൈമറ്റ് ക്രൈസിസ് സോൾവ് ആക്കുന്ന കാര്യവും. ആൻഡ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് വേക്ക് അപ്പ് എന്നാണ് പറയുന്നത്. ചേഞ്ചസ്, പോസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഡു യുവർ ബെസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇമ്പോസിബിൾ ആയിട്ട് തോന്നിയാൽ പോലും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക.
നമ്മൾ 100 മില്യൺ ബാരൽസ് ഓഫ് എണ്ണയാണ് നമ്മൾ സിംഗിൾ ഡേയിൽ യൂസ് ചെയ്യുന്നത്. അതിനൊരു പൊളിറ്റിക്സ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ റൂൾസ് വെച്ചിട്ട് നമുക്ക് ആ ഓയിലിനെ ഗ്രൗണ്ടിൽ തന്നെ വെക്കാം. അതായത് നമ്മൾ തന്നെ അതിൻ്റെ കൺസംഷൻ റെഡ്യൂസ് ചെയ്ത് കുറച്ചെങ്കിലും ഓയിൽ നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ആൻഡ് റൂൾസ് വഴി നമ്മൾ ഓരോ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് എവറിത്തിങ് നീഡ്സ് ടു ചേഞ്ച് എന്നാണ് ഗ്രേറ്റ ലാസ്റ്റ് പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. അതായത് അത് ഇന്ന് തൊട്ട് തുടങ്ങുക എന്നാണ് പറയുന്നത്. ആൻഡ് ആ ഒരു കാര്യത്തിനെ അവർ സിവിൽ ഡിസൊബീഡിയൻസ് എന്നാണ് വിളിക്കുന്നത്. റിബല് ചെയ്യുക, പക്ഷേ നോൺ വയലൻ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ റിബല് ചെയ്യാൻ, അതായത് ഫൈറ്റ് ചെയ്യാൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഹൂ ഈസ് ഗ്രേറ്റ. ഗ്രേറ്റ 18-year-old സ്വീഡിഷ് ഗേൾ ആണ്. എന്തിനു വേണ്ടിയാണ്? അതായത് ക്ലൈമറ്റ് ക്രൈസിസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോളജിക്കൽ ആയിട്ടുള്ള ക്രൈസിസിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ആൻഡ് ഈ ഒരു സ്റ്റുഡിയോ ആൽബത്തിൻ്റെ പേര്, നമ്മുടെ സോങ്ങിൻ്റെ പേരും 1975 എന്നാണ്. ഈ ഒരു ആൽബത്തിൻ്റെ പേരെന്ന് പറയുന്നത് നോട്ട്സ് ഓൺ എ കണ്ടീഷണൽ ഫോം. ബാൻഡിൻ്റെ പേരാണ് 1975. അപ്പോൾ ബാൻഡിൻ്റെയും സോങ്ങിൻ്റെയും പേര് 1975 എന്നാണ്. അതൊരു ബ്രിട്ടീഷ് ബാൻഡാണ് കേട്ടോ. 2019 ഇത് ചെയ്തത്. ആൻഡ് വാട്ട് ഈസ് എക്സ്റ്റിങ്ഷൻ റിബല്യൻ? XR എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കാം. അതൊരു ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ആണ്. അതിൻ്റെ ആന്തമായിട്ടാണ് ഈ ഒരു പാട്ടിനെ എടുത്തിരിക്കുന്നത്. അപ്പം അതായത് എന്താണ് ഇതിൻ്റെ എയിം എന്ന് വെച്ചാൽ ഒരു നേഷൻ വൈഡ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻ്റ് ആണിത്. ക്ലൈമറ്റ് ചേഞ്ചിനെ, ബയോഡൈവേഴ്സിറ്റി ലോസിനെതിരെ, സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ ക്രൈസിസിനെതിരെ നോൺ വയലൻ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഗ്രാസ് റൂട്ട് ആക്ടിവിസം എന്ന് ഗ്രേറ്റ പറയുന്നുണ്ട്. അതിന് എന്താണ് ഗ്രാസ് റൂട്ട് എന്ന് വെച്ചാൽ? ഏതൊരു ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും അത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും താഴേക്കിടയിൽ നിന്നുള്ള ആളുകളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനെയാണ് ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ? ഇറിവേഴ്സിബിൾ ചെയിൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സീരിയസ് തിങ് ലീഡിങ് ടു അനദർ. ആ ഒരു കണക്ഷനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരാൾ വേസ്റ്റ് കൊണ്ടിടുന്നു, വീണ്ടും പലരും വന്നു കൊണ്ടിടുന്നു. ഓക്കെ, ആൻഡ് എന്താണ് ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പഠിക്കണം എന്ന് നമ്മൾ ഗ്രേറ്റ തൻബർഗ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബിഗ് ചേഞ്ചസ് എന്ന് പറയുന്നത് ഓർഡിനറി പീപ്പിളാണ്, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് പറയേണ്ടത്. സോ ഈ ഒരു സോങ്ങിനെ കുറിച്ച് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഒരു സ്പീച്ചിനകത്ത് വരുന്നത്. ഈ സോങ്ങിനോടൊപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്പീച്ച് അവർ ചെയ്തു. ഓക്കെ, വോയിസ് ഓവർ കൊടുത്തു. ആ ഒരു സ്പീച്ച് എന്താണെന്നും അതൊരു മോണോലോഗാണ്, ഒരാൾ സംസാരിക്കുന്നതാണ് ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത്. ആ പാട്ടിനൊപ്പം കേൾപ്പിക്കുന്നതാണ്. പിയാനോ ഉണ്ട്, പിയാനോ മ്യൂസിക്കിലാണ്. ഇതൊരു ഗ്ലോബൽ എമർജൻസി ആണെന്നും ഈ ഒരു സോങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേൾഡ് എങ്ങനെയാണ് നിൽക്കുന്നത് ആ ഒരു ഡാർക്ക് പിക്ചറിലാണ് കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ നമ്മുടെ വേൾഡ് എങ്ങനെയായിരിക്കും മാറുന്നത്, ആയി പോകുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഡള്ളായിട്ടുള്ളൊരു പിക്ചറാണ് ഈ ഒരു സോങ് അല്ലെങ്കിൽ ഇത് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഹോപ്പ് വേണം. നമ്മൾ നല്ല രീതിയിലുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഈ യൂസ് ചെയ്തേക്കുന്ന വലിയ വലിയ ടേംസ് എല്ലാം യൂസ് ചെയ്യണം ESAയ്ക്കകത്ത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല. നമ്മൾ സർവൈവലിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയില്ല. ഗ്രാസ് റൂട്ട് ലെവൽ ആക്ടിവിസമാണ് നമുക്ക് വേണ്ടുന്നത്. എക്സ്റ്റിങ്ഷൻ റിബല്യൻ എന്താണെന്ന് പറയുക. ആൻഡ് നമ്മൾ ആ 100 മില്യൺ ബാരൽസ് ഓഫ് ഓയിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ റൂൾസ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് ഇന്ന് തന്നെ തൊട്ട് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവരുടെ തന്നെ ആ ഒരു സ്ട്രൈക്ക്, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ, സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ്, അതെല്ലാം പറയുക. എന്നിട്ട് വേണം ആദ്യമേ ഗ്രേറ്റ ആരാന്ന് പറയുക, ഈ ഒരു സോങ് എന്താണ്, ബാക്കി കാര്യങ്ങൾ എക്സ്റ്റൻഷൻ റിബല്യൻ XR എന്താണെന്നും, ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ, സ്കൂൾ സ്ട്രൈക്ക് ഫോർ ക്ലൈമറ്റ്, അതുപോലെ തന്നെ ഈ സോങ് എങ്ങനെയാണ് വോയിസ് ഓവറായിട്ട് വന്നതാണ് ഇവരുടെ സ്പീച്ച് സോങ്ങിൻ്റെ കൂടെ, എന്തിനു വേണ്ടിയാണ് വന്നതെന്നുള്ളതും നമ്മുടെ എമർജൻസി എന്താണെന്നുള്ളതും എല്ലാം പറയുക. എന്താണോ സ്പീച്ച് അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു സ്പീച്ചിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.